ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വൃന്ദാവനത്തിലേക്ക് സന്ദീപ് വരികയും ആതിരയുടെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സന്ദീപ് അവിടെ വന്ന ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കമലയ്ക്കും മാഷിനും അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. ഇതെല്ലാം കേട്ട് അകത്തിരിക്കുന്ന ആതിര വലിയ ടെൻഷനിലാണ് ഇവരെന്താ സംസാരിക്കുന്നത് എന്നൊക്കെ. സന്ദീപ് പറഞ്ഞതൊക്കെ കേട്ട ശേഷം കമല പറയുന്നു, സന്ദീപിനോട് ഞാൻ ഒരു കാര്യം പറയാം, ഇത് നടക്കില്ല. അത് കേട്ട് ഞെട്ടലോടെ എണീക്കുകയാണ് ആതിര. അതുകൊണ്ട് മനസ്സിൽ വേണ്ടാത്ത തോന്നലുകൾ ഉണ്ടെങ്കിൽ മാറ്റണം. നിങ്ങളുടെ ഇഷ്ടങ്ങൾ കണക്കിലെടുത്ത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ പിന്നീട് ഒരിക്കൽ സേതുവേട്ടനെ മുഷിവുണ്ടാകുന്ന പ്രവർത്തികൾ ചെയ്യേണ്ടി വരും. സച്ചിയുടെയും അർച്ചനയുടെയും കാര്യം നടന്നതുപോലെ അത്ര എളുപ്പത്തിൽ നടക്കുന്നതൊന്നല്ല ഇത്. ഇത്രയൊക്കെ ഏട്ടം ഞങ്ങൾ മാന്യമായിട്ട് സന്ദീപിനോട് സംസാരിക്കുന്നത് സന്ദീപിനെ ഓർത്തിട്ടല്ല, സേതുവേട്ടൻ എന്ന വലിയ മനുഷ്യനെ ഓർത്തിട്ട്, അവന്തിക എന്ന പാവത്തിനെ ഓർത്തിട്ടുമാണ്. പിന്നെ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ അച്ചുവിനെ ഓർത്തിട്ടും. ഈ ബന്ധത്തിന് ഏറ്റവും എതിർക്കുന്നത് ഞങ്ങളുടെ മോൻ അനൂപ് തന്നെയാണ്. അവൻ ഇപ്പോൾ ഇവിടെയില്ല. അവൻ വന്നാൽ പിന്നെ ഇവിടെ എന്താവുമെന്ന് ഒരു നിശ്ചയമില്ല. അവൻ വരുമ്പോൾ സന്ദീപ് ഇവിടെ ഉണ്ടാവരുതെന്നുള്ള അഭ്യർത്ഥനയുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് അത്രയും കമല പറഞ്ഞപ്പോൾ ആതിരയുടെ മുറിയുടെ വാതിൽക്കിലേക്ക് നോക്കുകയാണ് സന്ദീപ് വിഷമത്തോടെ. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് സന്ദീപ് പോകുന്നു. കാറിൻ്റെ അടുത്ത് വരെ പോയ ശേഷം ആ സന്ദീപ് പിന്നെ ഒന്ന് വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ അനുവാദം വാങ്ങിയിട്ട് ഉടൻ ഞാൻ തിരിച്ചു വരും. അന്ന് ഈ വീട്ടിൽ എല്ലാവരും എതിര് നിൽക്കുകയാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ ആതിരയും ഉണ്ടാകും. അത് കേട്ടപ്പോൾ ആതിരയ്ക്ക് സമാധാനമാകുന്നു. എന്നാൽ കമലയ്ക്കും മാഷിനും ഒട്ടും സമാധാനമില്ല. സന്ദീപ് വീണ്ടും പറയുന്നു, ഈ വീട്ടുമുറ്റത്ത് നിന്ന് അവൾക്ക് ഞാൻ കൊടുക്കുന്ന വാക്കാണിത്. ശേഷം സന്ദീപ് കാറെടുത്ത് പോയി. ആകെ തകർന്നു നിൽക്കുകയാണ് മാഷും കമലയും. എന്നാൽ ആതിര വലിയ സന്തോഷത്തിലും. ശേഷം കാണിക്കുന്നത് കിച്ചണിൽ നിൽക്കുകയാണ് അനഘ. കൂടെ മീരയുണ്ട്. ഒരു മത്തങ്ങ കയ്യിലെടുത്ത് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അനഘ നിന്നപ്പോൾ മീര അനഘയെ പരിഹസിക്കുന്നു. നോക്കി പേടിപ്പിക്കേണ്ട, ഒരു മത്തങ്ങ മുറിക്കാൻ പോലും അറിയില്ല അല്ലേ? ഇങ്ങോട്ട് താ. ഈ മത്തങ്ങയുടെ വലുപ്പത്തിനൊരു തലയുണ്ടായിട്ട് കാര്യമില്ല. ഇതിനകത്ത് കുരുവും നിന്റെ ഈ മത്തങ്ങ തലയ്ക്കകത്ത് കുരുട്ടുബുദ്ധിയുമാണ്. എന്നെ മീര പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അനഘ പറയുന്നു, എന്നെ കളിയാക്കാൻ ഇറങ്ങിയതാണോ എന്ന്. ഞാൻ പറഞ്ഞത് നിനക്ക് കളിയായിട്ട് തോന്നിയോ? ഞാൻ കാര്യം പറഞ്ഞതല്ലേ എന്നെ മീര പറഞ്ഞപ്പോൾ മീരയുടെ കയ്യിൽ നിന്ന് ദേഷ്യത്തോടെ ആ മത്തങ്ങ വാങ്ങി അനഘ കട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു. ഒരു കോടാലി കൊണ്ടുവന്ന് തരട്ടെ, അതാകുമ്പോൾ എളുപ്പമുണ്ട്. ഈ ചക്ക വെട്ടി മുറിക്കുന്നത് പോലെ മുറിച്ചെടുക്കാം. ഈ വീട്ടിൽ പശുവോ പോത്തോ വല്ല ഉണ്ടോ? ഇതാർക്ക് തിന്നാനാ ഇത്? മിനിമം നിന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന നീളത്തിലെങ്കിലും മുറിച്ച് വെക്കണ്ടേ? മുരിങ്ങിക്കാൻ മുറിച്ചു വെച്ചത് കണ്ടേച്ചാലും മതി, ചെണ്ടക്കോല് പോലെയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല അല്ലേ എന്നൊക്കെ മീര പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അനഘ പറയുന്നു, കൊള്ളില്ലെങ്കിൽ കൊള്ളണ്ട, ഞാൻ സഹിച്ചോളാം, പോരെ? മുരിങ്ങയ്ക്ക കോലിനേക്കാൾ നീളമുണ്ട് നാവിന്. അയ്യോ, വിഷമമായോ നിനക്ക്? വിഷമമായെങ്കിലേ അതങ്ങ് സഹിച്ചോ. ഇത്രയും സൗകര്യമുള്ള ഒരു അടുക്കള ഉണ്ടായിട്ടും ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത നീയൊക്കെ എങ്ങനെ ജീവിക്കാനാ? കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് മീര പോയപ്പോൾ ദേഷ്യത്തോടെ വീണ്ടും നിൽക്കുകയാണ് അനഘ. ശേഷം കാണിക്കുന്നത് സച്ചിയെയും അവന്തികയും സേതു വിളിച്ചു വരുത്തിയിരിക്കുന്നു. സേതു പറയുന്നു, നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു ഫംഗ്ഷൻ നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്ന് സംശയത്തോടെ അവന്തിക ചോദിച്ചപ്പോൾ സേതു പറയുന്നു, ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ. ഞാനെടുത്ത തീരുമാനം അവരുടെ എല്ലാം മുന്നിൽ വെച്ച് ഒന്ന് അറിയിക്കണം. നടക്കാൻ പോകുന്നത് ഒരു മംഗളകർമ്മമാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സൗകര്യമുള്ളൊരു ഡേറ്റ് നോക്കി ഫിക്സ് ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും മുൻകൈ എടുത്ത് എല്ലാവരെയും വിളിച്ചു വരുത്തണം എന്ന് പറഞ്ഞ് സേതു പോയപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തികയും സച്ചിയും. ഏടത്തെ അച്ഛനോട് സൂചിപ്പിച്ചിരുന്നു സന്ദീപിന്റെ കാര്യം. അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം അല്ലേ എന്ന് പറഞ്ഞ് സച്ചി പോയപ്പോൾ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു, ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് തിരശ്ശീല വീഴാൻ പോകുന്നു. നെല്ലിശ്ശേരി തറവാടിന്റെ രാജസിംഹാസനത്തിൽ ഇരിക്കാനുള്ള എൻ്റെ ആദ്യപടി, സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം. ശേഷം കാണിക്കുന്നത് കമല വെജിറ്റബിൾ കട്ട് ചെയ്യുന്നു. അച്ഛൻ എവിടെയെന്ന് ചോദിച്ച് അനൂപ് അവിടെ എത്തി. അച്ഛനെയും അമ്മയും ഒരുമിച്ച് കാണാനാണ് അനൂപ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആതിരയ്ക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. പഴയൻ സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റാണ്. നമ്മളെ പോലെ സാധാരണ കുടുംബം. പൊന്നും പണവും ഒന്നും ആവശ്യപ്പെടുന്നില്ല. എന്നാലും നമുക്കാവുന്നത് നമുക്ക് ചെയ്യാം. ഈ ഞായറാഴ്ച ഞാൻ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വന്ന് അവളെ ഒന്ന് കാണട്ടെ, ബാക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ അനൂപ് പോകാൻ തുടങ്ങിയപ്പോൾ കമല പറയുന്നു, അത് വേണ്ട അനൂപേ, ഇത്ര പെട്ടെന്നൊരു ആലോചന നമ്മൾ അവളോട് എങ്ങനെ പറയും മോനെ?
അതിനെന്താ കുഴപ്പം? വേഗം തന്നെ ഇത് നടത്തണം. ഇനിയും ആതിര ഇങ്ങനെ നടത്തുന്നത് ശരിയല്ല. പിന്നെ നമുക്ക് തന്നെ അത് നാണക്കേടാവുമെന്നും അനൂപ് പറയുന്നു. മാഷ് പറയുന്നുണ്ട്, നീ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച സ്ഥിതിക്ക് ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും പറയാണ്. ഇത്രയ്ക്കൊക്കെ ദ്രോഹം ചെയ്യാനും മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തത്? ഒരാളെ സ്നേഹിച്ചു, അതാണോ അവളിൽ നമ്മൾ കാണുന്ന കുറ്റം? ഇനിയിപ്പോ നീ കൊണ്ടുവന്ന ബന്ധത്തിന് അവൾ സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. സന്തോഷമുള്ള ഒരു കുടുംബജീവിതമാവും അവൾക്ക് കിട്ടുന്നതെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അവളൊരു ജീവിതം ജീവിച്ച് തീർക്കുമായിരിക്കും. പിന്നീട് ഒരിക്കലും നമ്മുടെ പഴയ ആദരെ നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടെ ഓരോ കണ്ണീരിനും നമ്മൾ കാവൽക്കാരാണ്. അനിയത്തെ കെട്ടിച്ചുവിടേണ്ടത് സഹോദരന്റെ കടമയാണ്. ആ കടമ വാശിയായിട്ട് മാറുമ്പോൾ ആരുടെയൊക്കെ കണ്ണ് നിറയുന്നു എന്ന് കൂടി ഓർക്കണം. ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയെങ്കിലും അനിയത്തെ കെട്ടിച്ചുവിട്ട് ബാധ്യത തീർക്കാൻ നോക്കുന്ന പുതിയ അനൂപായിട്ടല്ല, അനിയത്തിമാരെ മക്കളായി കണ്ട് സ്നേഹിച്ച പഴയ ചേട്ടനായിട്ട് നിൽക്കണം നീ. അനൂപ് പറയുന്നു, എൻ്റെ അനിയത്തിമാർ ഇതുവരെ എനിക്കൊരു ഭാരമായിട്ടില്ല. ഈ വിവാഹാലോചന വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോഴും തീർത്ത് പറയുന്നു, ഒരിക്കലും നെല്ലിശ്ശേരിയിലേക്ക് ഞാൻ എൻ്റെ അനിയത്തെ വിടില്ല. എൻ്റെ തീരുമാനമാണത് എന്ന് പറഞ്ഞ് അനൂപ് അകത്തേക്ക് പോയപ്പോൾ വീണ്ടും അച്ഛനും അമ്മയും ടെൻഷനാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സച്ചി അർച്ചനയോട് പറയുന്നു, ഇപ്പോൾ ഇങ്ങനെയൊരു ഫാമിലി ഗെറ്റ് ടുഗദർ അച്ഛൻ തീരുമാനിച്ചത് എന്താണെന്ന് തനിക്കറിയോ? അതെല്ലാവരെയും അച്ഛൻ ഒരുമിച്ച് കാണാനാവുമെന്ന് അർച്ചന പറയുന്നുണ്ട്. അതൊന്നുമല്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് സന്ദീപിന്റെ വിവാഹകാര്യം അനൗൺസ്മെന്റ് ചെയ്യാനാണ്. സത്യാണോ സച്ചിയേട്ടൻ നീ പറയുന്നത് എന്ന് ആകാംക്ഷയോടെ ചോദിക്കുകയാണ് അർച്ചന. പിന്നെ അല്ലാതെ, ചിലപ്പോ വേഗം കല്യാണം ഉണ്ടാവും എന്ന് സച്ചി പറഞ്ഞപ്പോൾ പെട്ടെന്ന് അർച്ചനയുടെ മുഖം വാടുന്നുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മുഖത്തിന്റെ വോൾട്ടേജ് മാറിയത്? അർച്ചന പറയുന്നു, അല്ല വേറൊന്നുമല്ല സച്ചിയേട്ടാ, പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ അതും ഈ സാഹചര്യത്തിൽ അതിനൊക്കെയല്ലേ നമ്മളുള്ളത്. നമുക്ക് എല്ലാവർക്കും കൂടി ഇതൊന്ന് അടിച്ചു പൊളിക്കാനേ. ഒന്നിനും ഒരു കുറവും വരാതെ നമുക്ക് നോക്കാം, എന്താ പോരെ എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അർച്ചന പറയുന്നുണ്ട്, മതി, ധാരാളം മതി. ഇനിയിപ്പോ സന്ദീപ് വിവാഹം കഴിച്ചില്ലെങ്കിലും അവൾ എൻ്റെ അനിയത്തിയല്ലേ. ഞാനും താനും എല്ലാവരും ചേർന്ന് ഇതങ്ങ് നടത്തി കൊടുത്താൽ മതി. അതിന് ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവോ സച്ചിയേട്ടാ? ഒരാൾ വലത് കാൽ വെച്ച് കയറി വരുമ്പോൾ ഒരാൾ പടി ഇറങ്ങല്ലേ. എന്താണെന്നറിയില്ല, എല്ലാ കാര്യങ്ങളും അവസാനം വന്നു നിൽക്കുന്നത് നമ്മുടെ ഈ തീരുമാനത്തിലാണ്. അവൾ സന്ദീപിന്റെ കൈ പിടിച്ച് കയറി വരുമ്പോൾ അവളെ സ്വീകരിക്കാൻ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണം. അതാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥനകളൊക്കെ കേട്ട് ഈശ്വരന് കൺഫ്യൂഷൻ ആവത്തേ ഉള്ളൂ. ഒന്ന് കഴിയുമ്പോൾ അടുത്തത്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഈശ്വരൻ കേട്ടാൽ മതി എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അതെന്താ ആ വലിയ പ്രാർത്ഥനയെന്ന്? ചുമ്മാ പറയേ, എന്നെ കൊണ്ട് പറ്റുന്നതാണോന്ന് നോക്കാമല്ലോ. അർച്ചന പറയുന്നു, എൻ്റെ പ്രാർത്ഥനയും ആഗ്രഹമൊക്കെ സച്ചേട്ടന് മനസ്സിലാവുന്നതല്ല, കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതുമല്ല. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ് ഈശ്വരൻ എനിക്കത് സാധിച്ചു തരും. സച്ചി പറയുന്നു, ഞാനും പ്രാർത്ഥിക്കാടോ തൻ്റെ ആ വലിയ പ്രാർത്ഥന സ്വീകരിക്കാൻ. ചില പ്രാർത്ഥനകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെയുണ്ട്. അതിനു മുകളിലാണ് അതിലും വലിയ ആഗ്രഹങ്ങൾ നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്നത്. വല്ലപ്പോഴും നമ്മുടെ ചിന്തകളെ ഒന്ന് ചികഞ്ഞെടുത്താൽ മതി, അവിടെ ഉണ്ടാവും അത്. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണെന്ന് സച്ചേട്ടൻ അറിയോ? എന്നെ തന്നെയാണ്. ചിലതിനെ ഇത്രമേൽ സ്നേഹിക്കാൻ കഴിയുമെന്നും അതിനുവേണ്ടി എന്തും ചെയ്യാൻ കഴിയുമെന്നും പരാതിയോ പരിഭവോ ഒന്നുമില്ലാതെ എല്ലാത്തിനും വേണ്ടി കാത്തിരിക്കുമെന്നും എന്തു വന്നാലും ഒരു ചിരി കൊണ്ട് നേരിടാനും ഞാനിപ്പോൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെയുള്ള എന്നെ അല്ലാതെ ഞാൻ പിന്നെ ആരെ സ്നേഹിക്കാനാണ് എന്നൊക്കെ അർച്ചന പറഞ്ഞപ്പോൾ ഒന്നും പറയാനാവാതെ വിഷമത്തോടെ അർച്ചനയെ നോക്കുകയാണ് സച്ചി. വീണ്ടും അർച്ചന പറയുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സച്ചിയേട്ടൻ എന്തെങ്കിലും മനസ്സിലായോ? സത്യം പറഞ്ഞാൽ ഇല്ലെന്ന് സച്ചി പറയുന്നു. ഇതൊക്കെ സച്ചിയേട്ടന് മനസ്സിലാവുന്ന ദിവസമാണ് നേരത്തെ ഞാൻ പറഞ്ഞ വലിയ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ഈശ്വരൻ തരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അർച്ചന അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഒന്നും മനസ്സിലാകാതെ ചിന്തയുമായി സച്ചിയും. ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിന്റെ മുറ്റത്ത് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അനൂപ്. അവിടേക്ക് കമല വരുന്നുണ്ട്. അച്ഛൻ പറഞ്ഞത് നിനക്ക് വിഷമമായോ എന്ന് കമല ചോദിക്കുന്നു. ഇല്ല, ഇവിടെ ആരുടെയും കണ്ണിൽ ഞാൻ മനുഷ്യനല്ലല്ലോ, ആർക്കും എന്തു വേണമെങ്കിലും പറയാം, എനിക്കൊന്നുമില്ല എന്ന് അനൂപ് പറഞ്ഞപ്പോൾ കമല വീണ്ടും പറയുന്നു, നിങ്ങൾ 3 പേരും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ടാ ആതിരയ്ക്ക് വിഷമമുണ്ടാക്കുന്ന പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു കല്യാണ ആലോചന അവളോട് പറയുമ്പോൾ അവൾ എന്ത് തീരുമാനം ഉണ്ടാക്കുമെന്ന് നീ ആലോചിച്ച് നോക്കിയായിരുന്നോ? അവൾ ചിലപ്പോൾ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചാലോ? അത് കേട്ട് അനൂപ് ഒന്ന് ഞെട്ടി. അന്നത്തെ ആ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്നു. ഒരു തവണ നമ്മളെ കണ്ടതുകൊണ്ട് മാത്രമാണ് അവൾ ജീവനോടെ ഇരിക്കുന്നത്. ഇനി ചിലപ്പോൾ നമുക്ക് തടയാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല.
ഇനി അവളെ തല്ലിയിട്ടോ ശകാരിച്ചിട്ടോ ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അടിച്ചിട്ടും കാര്യമില്ല. മനസ്സിന്റെ പേടിയേക്കാൾ കൂടുതൽ ധൈര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തും നേരിടാനുള്ള ശീലമായിരിക്കും. പെൺകുട്ടികളുടെ മനസ്സിനെക്കുറിച്ച് നിനക്ക് അറിയാത്തോണ്ടാ. ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് നീ ചെയ്യുന്നതൊക്കെ അവൾക്ക് പിന്നീട് ഒരു ദിവസം ശത്രുത ഉണ്ടാക്കാനേ കഴിയൂ. ഞാനിത് നിന്നോട് പറയുന്നതിന് വേറെ ഒരു കാരണം കൂടിയുണ്ട്. ഇന്ന് സന്ദീപ് ഇവിടെ വന്നിരുന്നു. നിന്നെ ഞാനിത് അറിയിക്കേണ്ടെന്ന് കരുതിയതാണ്. പക്ഷെ ഒന്നും അറിയാതെ നീ ചെയ്യുന്നതൊക്കെ വലിയ വലിയ വിഷമത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. പിന്നെ സന്ദീപ് ഒരു കാര്യം കൂടി പറഞ്ഞു. സന്ദീപ് പറഞ്ഞിട്ട് പോയ ആ കാര്യം അനൂപിനോട് പറയുകയാണ് കമല. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദേഷ്യത്തോടെ അനൂപ് പറയുന്നു, അവനെ ഇവിടെ കേറ്റാൻ പാടില്ലായിരുന്നു എന്ന്. കമല ചോദിക്കുന്നു, നിനക്ക് എന്താ അവനോട് ഇത്രയ്ക്ക് ദേഷ്യമെന്ന്? അവനോട് മാത്രമല്ല, ആ കുടുംബത്തിലെ ഒറ്റ ഒരെണ്ണത്തിന് എനിക്കിഷ്ടമല്ല. അനൂപ് അങ്ങനെ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ കമല ചോദിക്കുന്നുണ്ട്, അതിന്റെ കാരണം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. മറുപടി പറയാനാകാതെ ആലോചിച്ചോണ്ട് നിൽക്കുകയാണ് വീണ്ടും അനൂപ്. അർച്ചനയെ പൊന്നുപോലെ നോക്കുന്നതാണോ അവർ ചെയ്യുന്ന തെറ്റ്? അവിടുത്തെ കാര്യം പറഞ്ഞാൽ എപ്പോഴും നിനക്ക് ദേഷ്യമാണല്ലോ. കാരണം ചോദിക്കുമ്പോൾ മൗനവും. എന്ത് പറഞ്ഞാലും ശരി, അർച്ചനയുടെ കാര്യത്തിൽ ഒരമ്മ എന്ന നിലയിൽ ഇന്നും ഞാൻ ആ കുടുംബത്തോട് കടപ്പെട്ടവളാണ്. നീയും അങ്ങനെ തന്നെ ആവണം. ആതിരയെ സന്ദീപിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ആതിരയുടെയും സന്ദീപിന്റെയും പ്രശ്നം കൊണ്ട് അവിടെ അച്ചുമോക്കൊന്നും സംഭവിക്കരുത് എന്ന് എനിക്ക് ഒരു വലിയ നിർബന്ധമുണ്ട്. ഇത് കേട്ട് അനൂപ് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്നാ അമ്മ ഈ പറയുന്നത്? കമല പറയുന്നു, നീ ഒന്നും ചെയ്യണ്ട. അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവട്ടെ. അത് കഴിഞ്ഞിട്ട് മതി മറ്റൊരു വിവാഹത്തെപ്പറ്റി ആലോചിക്കുന്നത്. ഒരു നേരത്തെ എടുത്തുചാട്ടത്തിന് നീ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ തിരിച്ചടിയാവും നമുക്ക്. അനൂപ് പറയുന്നു, ഇതെല്ലാം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല അമ്മേ. അതെന്താ ആർക്കും മനസ്സിലാവാത്തത്? അമ്മയ്ക്ക് മനസ്സിലാവും. അതുകൊണ്ടല്ലേ അമ്മ സംസാരിക്കാൻ വന്നത്. നീ പറയുന്ന സ്നേഹം പുറത്തേക്ക് വരുന്നത് പലപ്പോഴും ദേഷ്യഭാവത്തിലാണ്. നല്ലതിനു വേണ്ടി നീ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർക്ക് വിഷമത്തിലാവത്തേ ഉള്ളൂ. ഉള്ളിലുള്ള സ്നേഹം അതുപോലെ പ്രകടിപ്പിച്ച് നീ ആതിരയോട് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾ സന്ദീപിനെ മറന്നേനെ. ഇനിയും ഇങ്ങനെ നീ മുന്നോട്ട് പോയാൽ അമ്മയുടെയും അനുജിത്തിമാരുടെയും മനസ്സിൽ മോന്റെ സ്ഥാനം ഏറ്റവും പുറകിലായിരിക്കും മോനെ. ഭാര്യയും മകളെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടും അനിയത്തെ മുറിയിൽ പൂട്ടിയിട്ടിട്ടും നീ എന്റെ സ്നേഹത്തിന്റെ പുറത്താണെങ്കിലും അതൊന്നും ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഇവിടെ ആർക്കും ഇല്ല എന്ന് പറഞ്ഞ് വിഷമത്തോടെ കമല അകത്തേക്ക് പോയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അനൂപും വിഷമത്തോടെ തന്നെ നിൽക്കുകയാണ്. ശേഷം കാണിക്കുന്നത് സന്ദീപും അർച്ചനയും തമ്മിൽ സംസാരിക്കുന്നു. ആതിരയുടെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താണെന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് സന്ദീപിനോട്. തീരുമാനം ഇപ്പോഴും അപ്പോഴും ഒന്ന് തന്നെയാണ്. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ആതിരയോടൊപ്പം തന്നെയായിരിക്കും. ഞാൻ ഏടത്തിയോട് പറഞ്ഞതല്ലേ എല്ലാം. ഇനി അച്ഛനും സച്ചിയേട്ടനും എതിർപ്പ് പറയാതിരുന്നാൽ മാത്രം മതിയെന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, എന്നാൽ അവർക്കൊന്നും ഒരു എതിർപ്പും ഇല്ലെങ്കിലോ എന്ന് സന്തോഷത്തോടെ അർച്ചന പറഞ്ഞപ്പോൾ ഞെട്ടലോടെ സന്ദീപ് അർച്ചനയെ നോക്കുന്നു. ഞാൻ പറഞ്ഞത് സത്യടാ. നിന്റെയും ആതിരയുടെയും വിവാഹം അച്ഛനും സച്ചിയേട്ടനും കൂടി തീരുമാനിച്ചെന്ന്. അത് കേട്ട് സന്ദീപും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു. എടാ, കുടുംബക്കാരോടൊക്കെ അത് പറയാനാണ് അച്ഛൻ ഫാമിലി ഗെറ്റ് ടുഗദർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. സച്ചിയേട്ടൻ ഇന്നലെ രാത്രി തന്നെ എന്നോട് പറഞ്ഞതായത്. നിന്നോട് ഇതുവരെ ഞാൻ പറയാതിരുന്നത് സച്ചിയേട്ടൻ തന്നെ നിന്നോട് പറയട്ടെ. നിനക്ക് ഒരു വലിയ സർപ്രൈസ് ആയിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. നീ കൂടുതൽ ടെൻഷൻ ആവണ്ട എന്ന് കരുതിയാണ് ഇപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞത്. നന്ദിയുണ്ട് ഏട്ടത്തി ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അർച്ചന പറയുന്നു, അതിന് മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ സച്ചിയേട്ടനും ഇവിടുത്തെ അച്ഛനും കൂടിയെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇതാ പറയുന്നത് മനസ്സിലുള്ള സ്നേഹം ആത്മാർത്ഥതയായിട്ടുള്ളതാണെങ്കിൽ അത് കൃത്യസമയത്ത് ഈശ്വരൻ നടത്തി തരുമെന്ന് സന്ദീപ് പറയുന്നു. അതും സത്യമായി ഏട്ടത്തി. എനിക്കിപ്പോൾ മനസ്സിൽ തോന്നുന്നു വല്ലാത്ത കുഴപ്പത്തിലായിരുന്നു ഞാൻ. ഇപ്പോൾ ഏട്ടത്തി വന്ന് ഈ കാര്യം പറഞ്ഞപ്പോഴേ ശ്വാസം നേരെ വീണത്. ഇനി വേറെ ഒരു കാര്യം കൂടി പറയാം. എല്ലാം ശരിയായി വന്ന സ്ഥിതിക്ക് ഇനി നീയും ആതിരയും കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഇന്നലത്തെ പോലെ വൃന്ദാവനത്തിൽ പോവാനോ അവളെ കാണാനോ ശ്രമിക്കരുതെന്ന് സന്ദീപിനോട് പറയുകയാണ് അർച്ചന. അത് കേട്ട് സന്ദീപും ഓക്കെ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.